ഇല്ലായിരുന്നു. പിന്നാലെ ഖാദറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഖാദറിനെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. അശ്വതി ആരാണെന്ന അന്വേഷണം പോലീസ് തുടർന്നു. അങ്ങനെ അവസാനം അശ്വതിയെ പോലീസ് തിരിച്ചറിഞ്ഞു. അതിരമ്പുഴയിൽ ഖാദർ യൂസഫിന്റെ എതിർവശത്തെ വീട്ടിലെ 20-കാരി. ഒരു വർഷം മുൻപ് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ ബന്ധു വീട്ടിൽ നിന്ന് കാണാതായ ആ പെൺകുട്ടി. ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയെങ്കിലും വീട്ടിലെ ഒരു കട്ടിലിലെ ബെഡ്ഷീറ്റ് എവിടെയെന്ന ചോദ്യത്തിന് മുന്നിൽ ഖാദർ പതറി. ബോഡി കണ്ടെത്തിയ പോളിത്തീൻ ചാക്ക് ഖാദറിന്റെ പേരിൽ പാഴ്സൽ പൊതിഞ്ഞു വന്നതാണെന്ന് കൂടി പറഞ്ഞതോടെ മറ്റു വഴികളില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ കുറ്റം ഏറ്റുപറഞ്ഞു. അതിരമ്പുഴയിലെ വീടിന്റെ എതിർവശത്ത് താമസിക്കുന്ന അശ്വതിയുടെ കുടുംബവുമായി ഖാദറിന് നല്ല അടുപ്പമുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ അവിടെ പോവുകയും അശ്വതിയുടെ അച്ഛനൊപ്പം മദ്യപിക്കുകയും ചെയ്തു. പതിയെ അശ്വതിയുമായി ഖാദർ അടുപ്പത്തിലായി. ഖാദർ തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അശ്വതി നിത്യ സന്ദർശകയുമായി. അശ്വതി ദിനവും സന്ദർശിക്കുമായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കോഴഞ്ചേരിയിലുള്ള ബന്ധു വീട്ടിലേക്ക് അശ്വതി താമസം മാറി. അവിടെ ഒരു തയ്യൽക്കടയിൽ ജോലിക്ക് പോയി തുടങ്ങി. അവിടെ നിന്നാണ് അശ്വതിയെ കാണാതാകുന്നത്. പിന്നാലെ അശ്വതിയുടെ അച്ഛൻ വിശ്വനാഥനും ഒരു ബന്ധുവും കൂടി യുവതിയെ കാണാനില്ലെന്ന് ആറന്മുള പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഏറ്റുമാനൂർ റൂട്ടിലെ ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനും അശ്വതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്ന് സംശയിച്ച അശ്വതിയുടെ ബന്ധുക്കൾ അയാളുടെ വീട്ടിലെത്തി അന്വേഷിച്ചിരുന്നു. എന്നാൽ അന്ന് അശ്വതി മുങ്ങിയത് സ്വകാര്യ ബസ്സിലെ ജീവനക്കാരനുമായല്ല, ഖാദറിന്റെ വീട്ടിലേക്കായിരുന്നു. വലിയ മതിൽക്കെട്ടുള്ള ആ വീടിനുള്ളിൽ ഒരു വർഷത്തോളം അയാൾ അശ്വതിയെ ഒളിപ്പിച്ച് താമസിപ്പിച്ചു. കാണാതായ തന്റെ മകൾ വീടിന് തൊട്ടു മുൻപിൽ ഒളിച്ചു താമസിക്കുന്നത് അശ്വതിയുടെ കുടുംബം അറിഞ്ഞില്ല. ഇതിനിടെയാണ് അശ്വതി ഗർഭിണിയായത്. ഗർഭം അലസിപ്പിക്കണമെന്ന് ഖാദർ ആവശ്യപ്പെട്ടെങ്കിലും അശ്വതി അതിന് സമ്മതിച്ചില്ല. അതേ സമയത്താണ് വിദേശ ജോലി ചെയ്യുന്ന ഭാര്യ നാട്ടിലേക്ക് വരുന്നെന്ന് ഖാദറിനെ അറിയിച്ചത്. പിന്നാലെ എങ്ങനെയെങ്കിലും അശ്വതിയെ ഒഴിവാക്കണമെന്ന് ഖാദർ ചിന്തിച്ചു. പക്ഷേ താൻ ഗർഭിണിയാണെന്നും ഈ വീട്ടിൽ തന്നെ താമസിക്കും എന്നുമായിരുന്നു അശ്വതിയുടെ നിലപാട്. അത് ഖാദറിനെ വല്ലാതെ കുഴക്കി. 2016 ജൂലൈ മാസം 30-ാം തീയതി ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റി രാത്രിയിൽ അശ്വതിയും ഖാദറും തമ്മിൽ സംസാരമുണ്ടായി. ഒന്നും രണ്ടും പറഞ്ഞ് വലിയ തർക്കമായി. അപ്പോഴാണ് ഖാദർ അശ്വതിയെ ആക്രമിക്കുന്നത്. ഹാളിലെ കസേരയിൽ ഇരിക്കുകയായിരുന്ന അശ്വതിയെ ആദ്യം പുറകിലേക്ക് പിടിച്ചു തള്ളി. ചുമരിൽ തലയിടിച്ചു നിലത്ത് വീണ അശ്വതിയുടെ കഴുത്ത് ഞെരിച്ചു. മൂക്കും വായും പൊത്തിപ്പിടിച്ച് മരണം ഉറപ്പാക്കി. പിന്നാലെ ബെഡ്ഷീറ്റ് എടുത്ത് ബോഡി പൊതിഞ്ഞു. പോളിത്തീൻ ചാക്കിലാക്കി ഒരു ദിവസം AC മുറിയിൽ സൂക്ഷിച്ചു. പിറ്റേന്ന് രാത്രി 10:30-ഓടെയാണ് ബോഡിയുമായി ഖാദർ പുറത്തിറങ്ങിയത്. കാലിലും കഴുത്തിന്റെ ഭാഗത്തും കയർ കെട്ടി തൂക്കിയെടുത്താണ് ബോഡി കാറിന്റെ ഡിക്കിയിലിട്ടത്. ബോഡി ഉപേക്ഷിക്കാൻ പറ്റിയ സ്ഥലവും നോക്കി പല വഴികളിലൂടെയും കാർ ഓടിച്ചു. ഒടുവിലാണ് അമ്മഞ്ചേരിയിലെ റബ്ബർ തോട്ടത്തിലെത്തിയത്. റോഡിൽ മറ്റാരുമില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം ബോഡി അവിടെ ഉപേക്ഷിച്ചു. കൊലപാതകം നടത്തി 5-ാമത്തെ ദിവസമാണ് ഖാദർ യൂസഫ് പിടിയിലാകുന്നത്. കുറ്റസമ്മതം നടത്തിയതോടെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് തന്നിലേക്ക് ഒരിക്കലും എത്തില്ലെന്ന് ഉറപ്പിച്ച ഖാദറിന് വിനയായത് ആ പോളിത്തീൻ കവറായിരുന്നു. ഇരയെ തിരിച്ചറിഞ്ഞ ശേഷം പ്രതിയെ കണ്ടെത്തുന്നതിന് പകരം പ്രതിയിൽ നിന്ന് ഇരയിലേക്ക് സഞ്ചരിച്ചു എന്നതാണ് ഈ കേസിന്റെ കൗതുകം.